വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ നിന്നും സമഗ്രമായ തിരച്ചിൽ തുടരും. സനോജ് സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, കഴിഞ്ഞ ദിവസത്തേന് സമാനമായി കടാവർ നായ്ക്കളെയും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ സംവിധാനവും ഉപയോഗിച്ചുള്ള കൂടുതൽ സമഗ്രമായ തിരച്ചിൽ ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും മാരിയ, പതിവ് പോലെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ ബെയിലിപ്പാലത്തിന് സമീപമാണ്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ആളുകളെ, അതായത് മുണ്ടക്കൈ മേഖലയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് 6 മണിക്ക് ശേഷമാണ്. പ്രത്യേക പാസ് അനുവദിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്നും ആളുകളെ കടത്തിവിടുക. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും സജീവമായുള്ള തെരച്ചിൽ, അതായത് കാണാതായവർക്ക് വേണ്ടിയുള്ള സജീവമായിട്ടുള്ള തെരച്ചിൽ ഇന്നും ആരംഭിക്കും. അതിനുവേണ്ടി പലവിധ മാർഗങ്ങൾ ഇന്ന് ഇവിടെ അവലംബിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഇരമ്പിയാർന്നെത്തിയ പ്രദേശത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കൂറ്റൻ പാറക്കെട്ടുകളും ചെറിയ തോതിൽ ഈ പുഴ നടുവിലൂടെ ഒഴുകിപ്പോകുന്നതും മാത്രമാണ്. കാരണം ഭയാനകമായ രീതിയിൽ മനുഷ്യ ജീവിതങ്ങൾ എടുത്തുകൊണ്ടുപോയ ഈ പ്രദേശം ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം, പലവിധ കെട്ടിടങ്ങൾ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പ്രധാനമായും പറയാനുള്ളത് ഇനി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിവേഗത്തിലുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ഒപ്പം തന്നെ DNA പരിശോധനയ്ക്ക് വലിയ പരിഗണന നൽകുന്നുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നതിനോടൊപ്പം നിരവധി ആളുകളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് DNA സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഇന്നലെ പുത്തുമലയിൽ 22ഓളം ആളുകളുടെ ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ DNA സാമ്പിളുകൾ പരിശോധിക്കപ്പെട്ട് അത് ആളുകൾ, അതായത് നാളെ ഈ ഉറ്റവർ, ഉടയവർ, ഈ ബന്ധുമിത്രാദികൾ ഒക്കെ തന്നെ തങ്ങളുടെ മരണപ്പെട്ട ആളുകളെ കണ്ടെത്തുവാൻ വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ട് മുൻപോട്ട് വരികയാണെങ്കിൽ ഓരോ ആളുകളെയും സംസ്കരിക്കപ്പെട്ട കുഴിമാടങ്ങളിൽ ആളുകളുടെ DNA പരിശോധനാ സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ സ്ഥാപിക്കുന്ന ഒരു നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് DNA സാമ്പിളുകൾ ശേഖരിക്കും. ഒപ്പം തന്നെ 16 ക്യാമ്പുകളിലായി 648 കുടുംബങ്ങളിലെ 2225 പരം പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവരുടെ പുനരധിവാസത്തിനാണ് പ്രധാനമായിട്ടുള്ള പരിഗണന നൽകുന്നത്. അതിൻ്റെ ഭാഗമായി വനംവകുപ്പിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ, പൊതുമരാമത്ത് വകുപ്പിൻ്റെയൊക്കെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഈ ക്വാർട്ടേഴ്സുകളിലൊക്കെ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ ആദ്യഘട്ടത്തിൽ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇത്തരം ആളുകൾക്ക് പുറമെ മറ്റ് വാടക വീടുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അവിടെ കഴിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് സർക്കാർ നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം റേഷൻ കാർഡുകൾ, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ നഷ്ടപ്പെട്ടുപോയ റേഷൻ കാർഡുകൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അടിയന്തരമായി നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ റേഷൻ കാർഡുകളുടെ വിതരണവും ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ബൃഹത്തായ രീതിയിലുള്ള അതിവേഗത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതിയൊക്കെയാണ് സർക്കാർ രൂപം നൽകുന്നത്. അതുപോലെ തന്നെ ഈ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ടൗൺഷിപ്പ് തന്നെ, രാജ്യത്ത് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ടൗൺഷിപ്പ് തന്നെ പുതുതായി നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ രൂപം നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ സൈനികർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി രാവിലെ 6 മണിക്ക് തന്നെ അവർ എല്ലാവിധ സജ്ജീകരണത്തോടും കൂടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സൈനികർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമത്തിന് മുന്നോടിയായി ഇപ്പോൾ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി മുണ്ടക്കൈ മേഖലയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആയുധങ്ങളുമായി അവർ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന പരിശോധനയുടെ തുടർച്ചയെന്ന നിലയിൽ ഇന്ന് അതിവേഗത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാവും ഉണ്ടാവുക. കാരണം കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത ശക്തമായ മഴ മാറി ഇപ്പോൾ കാലാവസ്ഥ മാറിമറിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് സൈന്യത്തിനും പോലീസ് സേനയ്ക്കും മറ്റ് രക്ഷാപ്രവർത്തകർക്കും എല്ലാം ഉള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ദൗത്യം നടക്കുന്നതിനൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനം അതിവേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ആളുകൾക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ നഷ്ടപ്പെട്ടുപോയ റേഷൻ കാർഡുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങളും ധാരണകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒപ്പം തന്നെ നിരവധി സന്നദ്ധ സംഘടനകൾ, നിരവധി ആളുകളൊക്കെ തന്നെ സഹായഹസ്തവുമായി മുൻപോട്ട് വന്നിട്ടുണ്ട്.
അവരുടെയൊക്കെ സഹായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ജാതിമത രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ നടപടികൾക്ക് കൂടി സർക്കാർ ഇന്ന് രൂപം നൽകുകയാണ്. ആര്യ.